ഗെയ്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഗെയ്സ് എല്ലാവരും ചാനൽ സബ് ചെയ്യാനും മറക്കരുത്. ഗെയ്സ് ലൈക്ക് അടിക്കുക, ഡെയിലി കമൻറ്റ് ചെയ്യുക. ഡെയിലി കമൻറ്റ് ചെയ്യുന്നവരെ ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഞാനൊരു കുട്ടിയെ ലാസ്റ്റ് വീഡിയോയിൽ പിൻ ചെയ്യുന്നതായിരിക്കും. 2 വ്യക്തികളെയാണ് ഞാൻ പിൻ ചെയ്യാൻ പോണത്. അതൊരു സർപ്രൈസ് ആയിരിക്കും. ഗെയ്സ് എല്ലാവർക്കും നേരെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നല്ലൊരു ഡ്രസ്സ് ഇടുന്നുണ്ട്, പിന്നെ നല്ലൊരു പാൻറ് ഇടാനായിട്ട് പോവാണ് കേട്ടോ ഗെയ്സ്. നമ്മൾ നല്ലൊരു കിടക്കാച്ചി പാൻറ് ഇടുവാണ് ഗെയ്സ്. മൊഞ്ചുള്ളൊരു പാൻറ് ഇടണം ഗെയ്സ്. എനിക്ക് നല്ല മൊഞ്ചുള്ളൊരു പാൻറ് ഇട്ടാലേ കളി കിടക്കൂ ഗെയ്സ്. നമുക്ക് നേരെ നല്ലൊരു മൊഞ്ചുള്ള പാൻറ് സെലക്ട് ചെയ്യാം ഗെയ്സ്. നല്ല മൊഞ്ചുള്ള പാൻറ്റാണ് സെലക്ട് ചെയ്യണം. ഇത് നല്ല മൊഞ്ചുണ്ട് ഗെയ്സ്. ഇത് കൊള്ളത്തില്ല ഗെയ്സ്, ഇത് തന്നെ മൊഞ്ച് ഗെയ്സ്. എന്തായാലും നേരെ നമ്മൾ മൊഞ്ചുള്ള ഒരു ഉടുപ്പിട്ടിട്ടുണ്ട് ഗെയ്സ്. നമുക്ക് നേരെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം ഗെയ്സ്. നമ്മൾ നേരെ താഴോട്ടിറങ്ങി അങ്ങ് പോവുകയാണ് കേട്ടോ ഗെയ്സ്. നമ്മൾ താഴോട്ടിറങ്ങി നേരെ പോവുകയാണ് ഗെയ്സ്. നമ്മുടെ വണ്ടിയാണെങ്കിൽ സിമിയോണിൻ്റെ കടയിലാണ് ഗെയ്സ്. നമ്മൾ ആ വണ്ടി ഒന്ന് മോഡിഫൈഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തതായിരുന്നു ഗെയ്സ്. നമ്മുടെ പോർഷെ പനമേരെ ഗെയ്സ്. ഇവിടെ നമ്മുടെ താറുണ്ട്, കുറച്ച് ബൈക്സ് ഉണ്ട് ഗെയ്സ്. എന്തായാലും നമുക്ക് ഇത് തന്നെ എടുത്തിട്ട് പോയേക്കാം. വെളിയിലും നമുക്കൊരു താറ് കിടപ്പുണ്ട് കണ്ട ഗെയ്സ്. വെളിയിലുള്ള താറാണ് ഗെയ്സ് ആ വെളിയിൽ കിടക്കുന്നത് ഗെയ്സ്. നമുക്ക് 2 താറ് ഉണ്ട് ഗെയ്സ്. എന്തായാലും പോപ്പറി 2 താറുണ്ട് ഗെയ്സ്. മറ്റേത് ഇവിടുത്തെ വേലക്കാരൻ അബൂൻ്റെ താറാണ് ആ വെളിയിൽ കിടക്കുന്നത്. അബുക്കുട്ടൻ്റെ താറാണ്. പിന്നെ അബൂനൊരു ബൈക്കും ഉണ്ട് ഗെയ്സ്. എന്തായാലും അബൂന് നമ്മളൊരു ബൈക്കും പിന്നെ ഒരു താറും എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് വെളിയിൽ കിടക്കുന്നത് ഗെയ്സ്. ഞാൻ അബൂനെ നമ്മുടെ അനിയനായിട്ടാണ് കാണുന്നത്. വേലക്കാരനാണെങ്കിലും അനിയനായിട്ടാണ് അബൂനെ കാണുന്നത്. അവൻ്റെ വീട് അറക്കൽ അബൂന്നാണ്. അവൻ്റെ വീട് അറക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവൻ ഇച്ചിരി പെശകാണ്. അവൻ പണ്ട് ഷാജി പാപ്പൻ്റെ കൂടെയൊക്കെ നടന്നതാണ് ഗെയ്സ്. എനിക്ക് ഇടയ്ക്ക് ചുമ വരുന്നുണ്ട്, അത് നിങ്ങൾ ക്ഷമിക്കുക. എനിക്ക് കുറച്ച് കോൾഡ് ഉണ്ട് ഗെയ്സ്. അതാണ് ഞാൻ കുറച്ച് നാളൊക്കെ വീഡിയോ ഇടാതിരുന്നത്. എനിക്ക് കുറച്ച് കോൾഡ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് കുറച്ച് നാളൊക്കെ വീഡിയോ ഇടാൻ. ഞാൻ ഭയങ്കര കോൾഡായിരുന്നു ഗെയ്സ്. ഇപ്പോൾ ഇച്ചിരി കോൾഡൊക്കെ മാറിയിട്ടുണ്ട് ഗെയ്സ്. എന്തായാലും നേരെ നമ്മുടെ സിമിയോണിയുടെ ഗ്യാരേജ് എത്തിയിട്ടുണ്ട് ഏകദേശം ഗെയ്സ്. നമ്മുടെ വണ്ടിയാണെങ്കിൽ അകത്തോട്ട് കയറ്റിയിടാം ഗെയ്സ്. എന്തായാലും നമ്മൾ നേരെ നമ്മുടെ വണ്ടിയാണെങ്കിൽ കയറ്റിയിടാനായിട്ട് പോവുകയാണ്. ഈ വണ്ടി ആണെങ്കിൽ മോഷ്ടിച്ചുകൊണ്ട് പോയാൽ എനിക്ക് വയ്യ, വെറുതെ കൊല്ലാപ്പിനൊക്കെ നിൽക്കാൻ. അതുകൊണ്ട് നമുക്ക് ഈ പുറവിൽ തന്നെ ഒളിപ്പിച്ച് വെക്കാം ആരും അറിയാതെ ഗെയ്സ്. നമുക്ക് പയ്യെ തിരിച്ച് ഇതിനകത്തോട്ടങ്ങ് കയറ്റിയിട്ടേക്കാം ഗെയ്സ്. നമുക്ക് കയറ്റിയൊക്കെ ഇട്ടിട്ടുണ്ട് ഗെയ്സ്. എന്തായാലും നേരെ നമ്മുടെ സിമിയോണിയുടെ ഗ്യാരേജിനകത്തോട്ട് നേരെ അങ്ങ് കയറിപ്പോയേക്കാം. സിമിയോണിയുടെ ഗ്യാരേജ് ആണെങ്കിൽ ഇവിടെ അടുത്ത് തന്നെയാണ് ഗെയ്സ്. നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ സിമിയോണിയുടെ ഗ്യാരേജ് കയറി നമ്മുടെ ഈ വണ്ടി എടുത്തിട്ട് വരാം ഗൈസ്. ഇതാ ഇവിടെ ഒരു സെക്ഷനുണ്ട്. ഇത് നമ്മളിങ്ങനെ ഇത് കണ്ടോ ഗെയ്സ്, പുതിയ ബൈക്ക് സിമിയോണിയുടെ കടയിൽ വന്നിട്ടുണ്ട് ഗെയ്സ്. ഇത് കണ്ടോ, പുതിയ റിച്ച് ബൈക്ക് വന്നിട്ടുണ്ട് ഗെയ്സ്. നമ്മുടെ ഈ പൈസ ഇല്ല ഇതെടുക്കാൻ വേണ്ടി, അതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല ഗെയ്സ് തൽക്കാലം ഗെയ്സ്. ഇത് കണ്ടോ ഗെയ്സ്, കുറേ വണ്ടികൾ സെലക്ട് ചെയ്യാൻ കിടപ്പുണ്ട് ഗെയ്സ്. നമ്മുടെ വണ്ടി ഇതാണ് ഗെയ്സ്. എന്തായാലും നമ്മുടെ വണ്ടി നേരെ കിട്ടിയിട്ടുണ്ട് ഗെയ്സ്. നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട് ഗെയ്സ്. നമുക്ക് നേരെ പോവാം ഗെയ്സ്. നമുക്ക് നേരെ പോയേക്കാം ഗെയ്സ്. നമ്മൾ നേരെ നമ്മുടെ വണ്ടി എടുത്ത് നേരെ പോവുകയാണ് കേട്ടോ നമ്മുടെ വീട്ടിലോട്ട് ഗെയ്സ്. നമ്മൾ നേരെ പോവുകയാണ് ഗെയ്സ്. നമ്മൾ നേരെ വണ്ടി ഓടിച്ച് പോവുകയാണ്. നമുക്ക് നേരെ നമ്മുടെ വണ്ടി ഓടിച്ച് പോവാം നമ്മുടെ വീട്ടിലോട്ട് ഗെയ്സ്. അത് എൻ്റെ വണ്ടിയല്ലേ ഗെയ്സ്, എൻ്റെ വാഗണറല്ലേ എടുത്ത് അടിച്ചുകൊണ്ട് പോകുന്നത്. എൻ്റെ വാഗണറിൽ ഞാൻ റെഡ് കളർ മോഡിഫൈഡ് ചെയ്ത് ഭയങ്കര ലൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വണ്ടി എന്തിനാ നീ എടുത്തുകൊണ്ട് പോകുന്നത്? എൻ്റെ വണ്ടി എന്തിനാണ് എടുത്തുകൊണ്ട് പോകുന്നത്? എന്തിനാ കേടാടാ നിനക്ക്? എന്തിനാ എൻ്റെ വണ്ടി എടുത്ത്? എൻ്റെ വണ്ടിയുടെ പട്ടി എന്നൊക്കെ വിളിക്കുന്നോടാ. ഇപ്പം കാണിച്ചു തരാടാ നിനക്ക് നിൻ്റെയൊക്കെ ഒരു കാര്യം. നീ എവിടോട്ടാണ് ഓടുന്നത്? അവിടെ ഇക്കടാ. വെറുതെ പോലീസ് എന്ന് വിളിക്കാതെ നീ അല്ലേ എൻ്റെ വണ്ടി അടിച്ചു മാറ്റി? എന്നാൽ ഞാനല്ലേ പോലീസ് എന്ന് വിളിക്കണ്ടേ? പിന്നെ എന്തിനാണ് നീ പോലീസ് എന്ന് വിളിക്കുന്നത്? എന്തൊരു കഷ്ടമാടാ. നിന്നെയൊക്കെ ഇന്ന് പിടിച്ച് കാണിക്കാടാ. ഞാൻ ഓട്ടത്തിൽ വേഗക്കാരനാടാ. തിരിഞ്ഞോടുന്നോടാ. എന്തൊരു കള്ളനാടാ നീ. കാണിച്ചു തരാടാ നിനക്ക് അവൻ്റെയൊക്കെ ഒരു സോക്കേട്. ഇപ്പം വെടിവെച്ച് ഞാൻ തീർക്കോടാ നിൻ്റെയൊക്കെ ഒരു സോക്കേട്. ഇപ്പം തീർത്ത് തരാടാ നിന്നെയൊക്കെ ഒരു സോക്കേട്. നിന്നെ ഇപ്പം വെടിവെച്ച് കൊല്ലൂടാ. ഡേ എന്തുവാടാ ആടി പോകുന്നത്? കള്ളു കുടിച്ചിട്ടാന്നോടാ?
ഡോ ഗെയ്സ് അവന്റെ മുട്ടിലാണ് ഞാൻ വെടിവെച്ച, പക്ഷെ ദേഹത്ത് കൊണ്ടുപോയി ഗെയ്സ്. അമ്മച്ചി പോലീസ് അലർട്ടായി ഗെയ്സ്. സാറന്മാര് ദാ എത്തി ഗെയ്സ്. എന്തൊരു കഷ്ടപ്പാട് ഗെയ്സ്. ഗെയ്സ് സാർ ഇപ്പൊ എത്തി. അവിടെ ഇക്കടാ പൈകളെ ഇപ്പൊ നിന്നെ പിടിക്കണം. നീ എന്തിനാണ് വല്ലോടെയൊക്കെ വഴി നിൽക്കുന്നവരെയൊക്കെ തല്ലാൻ പോന്നെ? സാറന്മാരെ, ഏയ് സുഗുണൻ സാറേ, ആ ഫ്രാങ്ക്ലിനെ പിടിക്കൂ. അലർട്ട് അലർട്ട്. Alert of stars! Finally, surrender! 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 Finally! Surrender! Finally! സാറന്മാര് വന്ന് സറണ്ടർ ആവാൻ ഗെയ്സ്. എനിക്കറിയത്തില്ല ഗെയ്സ്. നമുക്ക് നേരെ നമ്മുടെ ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം ഗെയ്സ്. എന്നിട്ട് നമുക്ക് നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാം ഗെയ്സ്. എന്തായാലും നേരെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ഗെയ്സ്. അമ്മച്ചി സാറന്മാരെത്തിച്ചേർന്നോ ഗെയ്സ്? എന്തായാലും എൻ്റെ വീട്ടിലോട്ട് സാറന്മാരെത്തിയിട്ടില്ല ഗെയ്സ്. എന്തായാലും നമുക്ക് നേരെ വെളിയിൽ പോയി ബാദലിക്കൂടെ ഒന്ന് നോക്കിയിട്ട് വരാം ഗെയ്സ്. അമ്മച്ചി സാറന്മാരവിടെ ഉണ്ടോ ഗെയ്സ്? എനിക്കറിയത്തില്ല സാറേ. പോലീസുകാരന്മാരെ അമ്മച്ചി പടച്ചോനെ ഗെയ്സ്, പടച്ചോനെ അമ്മച്ചി പടച്ചോനെ, ഓടിക്കോ പടച്ചോനെ. അയ്യോ പടച്ചോണി നമ്മളെ കാത്തോടി. ഈ സാറന്മാരെന്തായാലും ഇങ്ങോട്ട് വരത്തില്ല ഗെയ്സ്. അമ്മച്ചി ഇതെന്തുവാ? എന്തു പണിയെടുത്ത് കൊല്ലത്ത് ചെന്നപ്പോൾ പണിയെടുത്ത് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തി പടയെന്നായി പോയില്ല ഗെയ്സ്. എന്തൊരു കഷ്ടം. പടം കൊടുത്ത് കൊല്ലത്ത് ചെന്നപ്പോൾ പടം കൊടുത്ത് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തി പടയെന്നായി പോയി ഗെയ്സ്. അമ്മച്ചി ഓടിക്കോ. എടാ അബുവേ, പോലീസ് വന്നടാ അബു. നീ എവിടെ പോവും അബു? അവൻ്റെ ഒരു സർബത്ത് ഷമീർ. ഇത് ഭയങ്കര പോലീസ് ഡേഞ്ചർ. അമ്മച്ചി ഓടിക്കോ ഗെയ്സ്. നമുക്ക് ജിമ്മിൽ കയറി ഒളിക്കാം ഗായ്സ്. പോലീസ് അമ്മച്ചി സാറേ എന്നെ പിടിച്ചേക്കല്ലേ, ഞാനൊരു പാവമാണ്, എനിക്ക് ഈ നാട്ടിലെ വഴി അറിയില്ലേ. അമ്മച്ചി ഇതേതാ ഊര്? ശിവണേ ഇത് ഏത് ഊരാ? അമ്മച്ചി ഓടിക്കോ 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 ഓടിക്കോ. ശിവണേ ഓടിക്കോ ഗെയ്സ്. അമ്മേ ശിവശംഭോ ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. എടാ ടോമി ഇറങ്ങി ഓടടാ, പോലീസ് വരുന്നു. എന്റെ ഒരു എല്ലും കഷ്ണം പോലെ ഗെയ്സ്. നമുക്ക് നേരെ ഓടാം. അമ്മച്ചി അമ്മച്ചി ഓടിക്കോ ഗെയ്സ്. അമ്മേ ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. സാറന്മാര് വരുന്നേ. അമ്മച്ചി ഓടിക്കോ, കണ്ട വഴി ഓടിക്കോ, കണ്ട വഴി ഓടിക്കോ 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 ഓടിക്കോ, കണ്ട വഴി ഓടിക്കോ. അമ്മച്ചി ശിവണേ എല്ലാ പോലീസുകാരും പോയെന്നാ തോന്നുന്നു. ഇവിടെ എന്താ ഒരു വണ്ടി കിടക്കുന്നത്? ഇതങ്ങ് നശിപ്പിച്ചേക്കാം, നാശങ്ങളുടെ ഒരു വണ്ടി. അങ്ങനെ നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട് ഗെയ്സ്. അമ്മച്ചി പിന്നെ എന്തോ ഒരു ശബ്ദം ഗെയ്സ്. നിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ പോലീസ് വണ്ടിയുടെ ശബ്ദം? സാറന്മാരെ എന്നെ പിടിക്കല്ലേ അമ്മച്ചി. ഗെയ്സ് സാറ് വെടിവെക്കുന്നു ഗെയ്സ്. ഓടിക്കോ ഗെയ്സ് ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. മച്ചാന്മാരെ എന്തൊരു കഷ്ടമാണ് ഗെയ്സ്. ഈ പോലീസുകാരന്മാർ ഇപ്പോൾ വീട്ടിൽ വന്ന് പിടിക്കാറാണ് ഗെയ്സ്. എന്തൊരു കഷ്ടമാണ് ഗെയ്സ് ഈ പോലീസുകാരുടെ കാര്യം. ഞാൻ വഴി കൂടെ പോയ ഒരുത്തൻ മുട്ടി വെടിവെക്കാൻ പോയതായിരുന്നു. മുട്ടി വെടിവെച്ചിട്ടപ്പോഴത്തേക്കാണ് പിടിക്കാൻ വരുന്നു. അവൻ കള്ളനായിരുന്നു. എൻ്റെ വണ്ടി അടിച്ചു മാറ്റിയാൽ ഇവിടെ നിയമമില്ല അങ്ങനെ മുട്ടുകാരെ വെടിവെച്ചാൽ കുഴപ്പമില്ലെന്ന്. എന്തൊരു കഷ്ടം ഈ സാറന്മാർ. അവൻ എൻ്റെ വണ്ടി അടിച്ചുകൊണ്ട് പോയി സാറേ. എന്തു സാറേ ഇങ്ങനെ പിടിക്കുന്നത്? നിങ്ങൾ അവനെ പോയി പിടിയാതെയോ എന്നെ പിടിക്കാതെ? എന്തൊരു കഷ്ടമോ ഗെയ്സ് ഈ പോലീസുകാരന്മാർ. ആകെ ഭ്രാന്തന്മാരാണ് ഗെയ്സ് ഇവന്മാരാകെ. ഗെയ്സ് എന്തായാലും നമുക്ക് ഓടി രക്ഷപ്പെടാം ഗെയ്സ്. എന്തായാലും നമ്മൾ നേരെ ഓടി രക്ഷപ്പെടുന്നുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തോട്ട് പോയി രക്ഷപ്പെടാം. വീട്ടിൻ്റെ അപ്പുറത്ത് കണ്ടെത്തി പോയി നമുക്കങ്ങ് രക്ഷപ്പെട്ടേക്കാം ഗെയ്സ്. നമ്മൾ എന്തായാലും നേരെ രക്ഷപ്പെടുന്നുണ്ട് ഗെയ്സ്. അമ്മേ ഓടിക്കോ 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 പഠിക്കലമ്മേ. ഓടിക്കോ കെട്ടിലമ്മേ ഗെയ്സ്, കെട്ടിലമ്മേ. നമ്മൾ ഓടുവാണ് ഗെയ്സ്. അമ്മച്ചി അമ്മച്ചി പടച്ചോണേ ശിവ ശിവ ഗെയ്സ്. നമുക്കിവിടെ എങ്ങനെ ഓടിക്കാം ഗെയ്സ്. അപ്പോഴത്തേക്ക് സാറന്മാരൊക്കെ പോയി കാണും. ഗെയ്സ് സാറന്മാർ പോയി. ഇനി നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് ഓടി ഓടി പോവാം ഗെയ്സ്. നമ്മൾ ഓടി ഓടി തുള്ളി തുള്ളി പോവാണ് ഗെയ്സ്. നമ്മൾ കാവടി തുള്ളി നേരെ പോവാണ് ഗെയ്സ് നമ്മുടെ വീട്ടിലോട്ട് ഗെയ്സ്. നമ്മുടെ ഹൗസിൽ ഇനി പോലീസ് വരുമോ എന്നറിയത്തില്ല ഗെയ്സ്. ആ പോലീസുകാരന്മാരാണെങ്കിൽ ആകെ സൈക്കോസാണ് ഗെയ്സ്. ഇനിയും ചിലപ്പോൾ അവന്മാർ വരാൻ സാധ്യതയുണ്ട് ഗെയ്സ്. എന്തായാലും നേരെ നമ്മൾ പോവുകയാണ് ഗെയ്സ്. ഓടി ഓടി
ഗൈസ് നമ്മൾ നേരെ ഓടി ഓടി നടന്ന് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാണ് ഗൈസ്. നമ്മുടെ വീട് ഇതാ ഇവിടെ അടുത്ത് തന്നെയാണ് ഗൈസ്. എന്തായാലും നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം ഗൈസ്. എന്തായാലും നേരെ നമ്മുടെ വീട്ടിലോട്ട് എത്തുന്നുണ്ട് ഗൈസ്. നമ്മൾ നേരെ ഓടി ഓടി പോകുന്നുണ്ട് ഗൈസ്. എന്തായാലും നമ്മൾ ഓടുവാണ് ഗൈസ്. അമ്മച്ചി ഓടിക്കോ ഗൈസ്, എനിക്ക് ഈ നാട്ടിലെ വഴി അറിയില്ലേ. ശിവനെ, എനിക്ക് ഈ നാട്ടിലെ വഴി അറിയില്ലേ ഗൈസ്. നമുക്കിനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഗൈസ്. നമുക്ക് ഈ നാട്ടിൽ നിന്ന് തന്നെ നാട് വിടാം ഗൈസ്. എന്നെ എപ്പോഴും പോലീസ് പിടിക്കാൻ വരുവാണ് ഗൈസ്. എന്തായാലും നമുക്ക് ഈ നാട്ടിൽ നിന്ന് തന്നെ നാട് വിടാം ഗൈസ്. നാളെ തന്നെ നമുക്കങ്ങ് നാട് വിടാം ഗൈസ്. എന്തായാലും നാളെ തന്നെ അങ്ങ് നാട് വിട്ടേക്കാം ഗൈസ്. നമുക്ക് നേരെ നാളെ തന്നെ അങ്ങ് നാട് വിടാം ഗൈസ്. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഗൈസ്. നമ്മളങ്ങനെ പിറ്റേ ദിവസം നാട് വിടാൻ പോവാണ് ഗൈസ്. അപ്പോഴാണ് പെട്ടെന്ന് പോലീസുകാരൻ എന്നെ പിടിക്കാൻ വന്നത്. അമ്മച്ചി ഓടിക്കോ ഗൈസ്. നമ്മൾ നേരെ ഓടുവാണ് ഗൈസ്. നമുക്കൊരു സീക്രട്ട് ബങ്കറുണ്ട്, അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. എന്തായാലും നമ്മൾ നേരെ ഓടുവാണ് ഗൈസ്. നമ്മുടെ മിനി മാപ്പിൽ കാണുന്നുണ്ടായിരിക്കും, നമ്മളിങ്ങനെ കാണിക്കുന്നുണ്ടായിരിക്കും ഗൈസ്. നമുക്ക് നേരെ അധികം മാർക്ക് ചെയ്ത് ലൊക്കേഷനിലോട്ട് പെട്ടെന്ന് എത്തിയേ പറ്റുവാണെങ്കിൽ പ്രശ്നമാണ് ഗൈസ്. സാറന്മാരാണെങ്കിൽ പുറവിന് ചേസ് ചെയ്യുന്നുണ്ട് ഗൈസ്. അമ്മച്ചി, എനിക്കൊന്നും അറിയാൻ വയ്യ ഗൈസ്. ഇവന്മാർക്ക് ആകെ പ്രശ്നമാണ് ഗൈസ്. എന്തൊരു കഷ്ടമാണ് ഗൈസ് ഇവന്മാരുടെയൊക്കെ ഒരു കാര്യം. എന്നെ എങ്ങനെ എപ്പോഴും വന്ന് പിടിക്കുക. അതാണ് ഇവന്മാരുടെ മെയിൻ പരിപാടി. എന്തൊരു കഷ്ടമാണ് ഗൈസ് എന്നെ ഇങ്ങനെ ചതിക്കുന്നത് ഇവന്മാർ ഗൈസ്. എന്തൊരു കഷ്ടമാണ്. ഞാൻ ഒരാൾ അറിയാതെ വെടിവെച്ച് പോയി, അതിന് എങ്ങനെ ചെയ്യാമോ ഗൈസ്? എന്തൊരു കഷ്ടമാണ് ഗൈസ്. ഈ പോലീസുകാരന്മാർക്കൊരു വകതിരിവില്ലേ. എന്തൊരു കഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഗൈസ്. എനിക്ക് കുറച്ച് ചുമയാണ് ഗൈസ്, അതാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നേരെ ബൈക്ക് ഓടിച്ച് പോവുകയാണ് കേട്ടോ ഗൈസ്. നമുക്ക് നേരെ ബൈക്കും കൊണ്ട് വിടാം ഗൈസ്. നമ്മൾ നേരെ നമ്മുടെ ബൈക്കും കൊണ്ട് വിടുവാണ് ഗൈസ്. എന്തായാലും നേരെ നമ്മൾ ഓടി പോകുന്നുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഓടി എത്തണം, എന്നാലേ നമ്മുടെ പരിപാടി നടക്കത്തുള്ളൂ ഗൈസ്. നമ്മൾ പെട്ടെന്ന് ഓടിപ്പോവാനായിട്ട് നോക്കുകയാണ് ഗൈസ്. നേരെ ബൈക്ക് ഓടിച്ച് പോവുകയാണ് ഗൈസ്. നമ്മൾ നേരെ നമ്മുടെ ബൈക്ക് ഓടിച്ച് പോവുകയാണ് ഗൈസ്. നമുക്ക് നേരെ പോവാം ഗൈസ്. നമ്മൾ ഒരുവിധം നേരെ പൊയ്ക്കൊണ്ടിരിക്കുവാണ് ഗൈസ്. സാറന്മാർ പുറവിന് വരുന്നുണ്ട് ഗൈസ്. എന്തൊരു കഷ്ടമാണ് ഗൈസ്. ഊമാർ ചതിയന്മാർ തന്നെ ഗൈസ്. ഞങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ അതിൽ കൂടെ അങ്ങ് പോവാം ഗൈസ്. നമ്മൾ നേരെ നമ്മുടെ എയർപോർട്ടിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഏകദേശം ഗൈസ്. സാറന്മാർ പുറകിന് തന്നെ ഉണ്ട് ഗൈസ്. ഏകദേശം സാറന്മാർ പോയിട്ടുണ്ട് ഗൈസ്. ഇത് എയർപോർട്ടാണ്, നമ്മുടെ സീക്രട്ട് എയർപോർട്ടാണ്. ഇവിടെ ഒരു ഇതുണ്ട് സ്റ്റേഷൻ, ഇവിടാണ് നമ്മൾ പതുങ്ങിയിരിക്കുന്നത് ഗൈസ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ പനിയായിട്ടും ചുമയായിട്ടും നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നുണ്ട് ഗൈസ്. നിങ്ങളെന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്താളതാ ഞാൻ പിന്നെ ചെയ്ത കൂട്ടുകാർക്ക് നന്ദി. ബൈ.